മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തിയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഡിന്നറിനാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞാൻ അധികം പറയണ്ടല്ലോ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 1 കപ്പ്. അതിലേക്കായിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുക്കുക. ഈ ഒരു ബീട്രൂട്ട് മുഴുവനായിട്ടും വേണ്ട. ഈ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ബീട്രൂട്ട് മിക്സിയിൽ അരച്ചിട്ടും ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പിന് 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർക്കേണ്ടി വരും. എൻ്റെ അളവിൽ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവിൽ വെള്ളം ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടി ചേർക്കാം. എരിവ് വേണ്ട, കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പും എണ്ണയും അല്ലെങ്കിൽ ഉപ്പും നെയ്യും മാത്രം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുട്ടികൾക്കല്ല, വലിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഈ ബീട്രൂട്ട് ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആദ്യം ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് അരച്ചെടുക്കാനായതുകൊണ്ട് വലിയ പീസുകളായിട്ടോ ചെറിയ പീസുകളായിട്ടോ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം, അപ്പോഴാണ് നമുക്ക് ചപ്പാത്തിയിൽ പരത്തുമ്പോൾ എളുപ്പമുണ്ടാവുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിതാ ബീട്രൂട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, എങ്കിലും തരികൾ അധികം ഇല്ലാത്ത രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. ഒരു വലിയ ബൗൾ എടുക്കുക, അതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പേസ്റ്റ്, ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല, അരച്ചു വെച്ച ബീട്രൂട്ട് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂണിൽ താഴെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവില്ലാത്ത മുളക് പൊടി മതിയെന്നുണ്ടെങ്കിൽ, കാശ്മീരി ചില്ലി പൗഡർ മതിയെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെ 1/4 ടീസ്പൂണിൽ താഴെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. രണ്ടും ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി ചപ്പാത്തി കുക്ക് ചെയ്തെടുക്കുമ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീട്രൂട്ടിൻ്റെ നനവ് കൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മുടെ പൊടി മിക്സ് ആയി കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ തന്നെ കണ്ടോ, ഒരുവിധം നനവായി കിട്ടി. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തൊന്ന് ചപ്പാത്തി മാവിൻ്റെ പാകത്തിലായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ എപ്പോഴും അടച്ചു വയ്ക്കാം കേട്ടോ, ഡ്രൈ ആയി പോവാതിരിക്കാനാണ് മാവ്. അപ്പോൾ നമുക്കിനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിത് പരത്തി ചപ്പാത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഡിപ്പ് ചെയ്ത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ 4 ചപ്പാത്തിയായിട്ടാണ് പരത്തിയെടുക്കുന്നത്. വലിയ ചപ്പാത്തിയല്ല, ചെറിയ ചപ്പാത്തിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചപ്പാത്തി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ചപ്പാത്തിയുടെ വലിപ്പം തീരുമാനിക്കുക. വലിയ ചപ്പാത്തി ആണെങ്കിൽ ഇത് 3 ചപ്പാത്തി ആക്കാനേ ഉള്ളൂ. ചെറിയ ചപ്പാത്തി ആണെങ്കിൽ 4 ചപ്പാത്തിക്കുള്ള മാവുണ്ട്. അപ്പോൾ ആദ്യം ബോൾസ് റെഡിയാക്കി നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമുണ്ടാവും. പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവറോ ചാട്ട് മസാലയുടെ ഫ്ലേവറോ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാട്ട് മസാലയാണെങ്കിൽ ഒരു പിഞ്ച് ചാട്ട് മസാല ചേർക്കാം കേട്ടോ. ചില കുട്ടികൾക്ക് ചാട്ട് മസാലയുടെ ഫ്ലേവർ നല്ല താല്പര്യമായിരിക്കും. അപ്പോൾ ഒരു പിഞ്ച് ചാട്ട് മസാല നമ്മൾ ഈ പൊടി കുഴയ്ക്കുമ്പോൾ ചേർക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ചിട്ട് ചേർക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പരത്തുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ എടുത്തു പറയുന്നത്.
ചാറ്റ് മസാല ആണെങ്കിൽ ഒരു പിഞ്ചിൽ കൂടുതൽ ചേർക്കരുത്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടി പോരുത്. ചാറ്റ് മസാലയ്ക്ക് ചെറിയൊരളവിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ 4 ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പരത്തിയെടുക്കട്ടെ. കൈ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ മൈദപ്പൊടിയിലാണോ ഗോതമ്പ് പൊടിയിലാണോ ചപ്പാത്തി പരത്തുന്നത് എന്നുള്ളതനുസരിച്ച് പൊടി എടുക്കുക. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും മൈദപ്പൊടി ഉപയോഗിച്ചാണ് ചപ്പാത്തി പരത്താറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് മൈദപ്പൊടി തന്നെ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ബീട്രൂട്ട് അരച്ച് ചേർക്കുകയാണെങ്കിലാണ് നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതാ നമ്മൾ പരത്തി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഞാൻ 4 ചപ്പാത്തിയും പരത്തിയെടുത്തിട്ട് ലാസ്റ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ 4 ചപ്പാത്തിയും നമ്മൾ പരത്തിയെടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ചെറുതായിട്ട് നെയ്യോ ബട്ടറോ ഒക്കെ തടവിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വലിയ ആളുകൾക്ക് ഉദ്ദേശിച്ചിട്ടാണ്. നെയ്യും ബട്ടറും ഒന്നും ചേർക്കണ്ട. നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണല്ലോ ചപ്പാത്തി കുഴച്ചെടുത്തത് മാവ്. അതുകൊണ്ടാണ് പിന്നെ ഒന്നും ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് ചെറുതായിട്ട് ചൂടായി ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു സൈഡ് കുക്കായി വരുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ചപ്പാത്തി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. നമുക്ക് വീണ്ടും അടുത്ത സൈഡിലേക്ക് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീട്രൂട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചപ്പാത്തിയാണ്. കുട്ടികൾക്കൊക്കെ എന്നും ഒരേപോലെ തന്നെ നമ്മൾ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ചപ്പാത്തിയൊക്കെ നമ്മളിപ്പോൾ ബീട്രൂട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാറില്ല, അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് ബീട്രൂട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം. പിന്നെ ജീരകപ്പൊടിയും അല്ലെങ്കിൽ ചാറ്റ് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വേറെ കറികളൊന്നും ചേർക്കണമെന്നില്ല കഴിക്കാനായിട്ട്. കറികളുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റോടെ കഴിക്കാം, ചൂടോടെ കഴിക്കാം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ചപ്പാത്തി കുക്കായി കഴിഞ്ഞു. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ചപ്പാത്തിയും കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ ചപ്പാത്തി പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം, പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രം ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി പാനിൻ്റെ ചൂട് നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിലൊരു വിഷയമാണ്. ഇത് കണ്ടോ, രണ്ടാമത്തെ ചപ്പാത്തി ആയപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി പാനിൻ്റെ ചൂട് കറക്റ്റ് ആയിരിക്കില്ല. രണ്ടാമത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി പാനിൻ്റെ ചൂട് കറക്റ്റ് ആവുക. അതാണ് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ചപ്പാത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരില്ല. സെക്കൻഡ് ചപ്പാത്തി മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊങ്ങിയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.